പറയും, പക്ഷെ അധികാരത്തിലെത്തുമ്പോൾ അത് അങ്ങനെയൊന്നും ആവില്ലെന്ന് കെ മുരളീധരൻ പറഞ്ഞത് നമ്മളും കേട്ടതാണ്. തെരഞ്ഞെടുപ്പ് വരുമ്പോ കോടികളുടെ അഴിമതി കാണിക്കാനുള്ള ഒരു വൻ പരിപാടിയുമായി സർക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. സർക്കാരിന് കിട്ടേണ്ട കോടികൾ വലിയ ഡിസ്റ്റിലറികൾ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അഴിമതിയാണ് ഇതിന്റെ പുറകിൽ. എന്റെ സുഹൃത്തുക്കളെ, അധികാരമില്ലാതിരുന്ന പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് വീര്യം കുറഞ്ഞ മദ്യത്തെക്കുറിച്ചിട്ട് വി.ഡി. സതീശൻ പറഞ്ഞതായിരുന്നു. നമ്മുടെ നാട്ടുകാരെ കുടിപ്പിച്ച് കിടത്താൻ വേണ്ടിയിട്ടും ഇത് പല വിധത്തിലുള്ള മറ്റു സംസ്ഥാനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടും അതിന്റെ ഭാഗമായിട്ട് പണം മുക്കാൻ വേണ്ടിയിട്ടും LDF കൊണ്ടുവരുന്ന ഒരു പദ്ധതിയാണ് ഇത് എന്ന് ഒരു ഉളുപ്പുമില്ലാതെ അന്ന് പറഞ്ഞിരുന്നത് ഇതേ വി.ഡി. സതീശൻ മേനോനായിരുന്നു. ഇപ്പോൾ അദ്ദേഹം അധികാരത്തിൽ കയറി കഴിഞ്ഞപ്പോൾ ഇതാ വീണ്ടും ഇതേ പദ്ധതി തന്നെ തുടക്കം കുറിച്ചിരിക്കുന്നു. മദ്യത്തിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീര്യം കുറഞ്ഞ മദ്യം ഉണ്ടാക്കാൻ പോകുന്നു. അത് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാൻ പോകുന്നു. ഇത് ഇറക്കുമതി ചെയ്യുന്നത് അങ്ങ് എവിടെ നിന്നാണ്? കർണാടകയിൽ നിന്ന് മറ്റുമാണ്. നമ്മുടെ നാട്ടിൽ നിർമ്മിക്കാൻ കഴിയുന്ന മദ്യശാലകളൊക്കെ ഉണ്ടായിരുന്നു പാലക്കാട്. ആ ഒരു പദ്ധതിയൊക്കെ ഏകദേശം 2000-3000 ആളുകൾക്ക് ജോലി കിട്ടുന്നൊരു പദ്ധതിയായിരുന്നു. അതൊക്കെ തരിപ്പണമാക്കിയിട്ട് ഇപ്പോഴിതാ പണ്ടെന്താണ് ഇദ്ദേഹം എതിർത്തെ അത് തന്നെ നടപ്പിലാക്കണു. കേൾക്കാം. 2024 മാർച്ചിൽ വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പറഞ്ഞ പ്രതികരണമാണ്. ഇന്നലെ ബജറ്റ് പ്രസംഗത്തിൽ മുഖ്യമന്ത്രിയും ധനമന്ത്രിയുമായ വി.ഡി. സതീശൻ പറഞ്ഞത് 0.5% മുതൽ 10% വരെ വീര്യമുള്ള ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് 120% വിൽപ്പന നികുതി നിരക്കും. 10% മുതൽ 20% വരെ വീര്യമുള്ളവയ്ക്ക് 175% വിൽപ്പന നികുതി നിരക്കും നിശ്ചയിക്കുന്നു. നിലപാടുകളുടെ രാജകുമാരനായ നമ്മുടെ മുഖ്യമന്ത്രിക്ക് എങ്ങനെയുണ്ട്? ഇതാണ് ഇദ്ദേഹം ഇപ്പോൾ നമ്മുടെ മന്ത്രിസഭയിൽ പറഞ്ഞത്. നിലപാടുകൾ രാജകുമാരൻ, എപ്പോഴും ചിരിക്കുന്ന ഒരാള് എന്നൊക്കെ പറഞ്ഞില്ലാണ്. ഇങ്ങനെയുള്ള ഈ ആളോട് രണ്ട് വർത്തമാനങ്ങൾ. കോടികളുടെ അഴിമതി കാണിക്കാനുള്ള ഒരു വൻ പരിപാടിയുമായി സർക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. 0.5% മുതൽ 10% വരെ വീര്യമുള്ള ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് ശരിയാണ്, മനസ്സിലായി. നിങ്ങൾ മുക്കാൻ പോകുന്നു, അത് ഗംഭീരമായിട്ട് പൈസ മുക്കാൻ പോകുന്നു. അല്ലെങ്കിൽ അതാണല്ലോ ശീലം. വയനാടിന്റെ കാര്യത്തിൽ പോലും പണം മുക്കിയെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. നമുക്കിതുവരെ കണക്കൊന്നും കിട്ടിയിട്ടില്ല. ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് പോലും പുറത്തു വിട്ടിട്ടില്ല. അതിനു പകരം ഏതോ ഒരു പൂരത്തിന്റെ നോട്ടീസിന്റെ പുറകിൽ എന്തൊക്കെ എഴുതിയിട്ട് നമ്മുടെ മുമ്പിലേക്ക് കാണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ബാക്കി കേൾക്ക്. 120% വിൽപ്പന നികുതി നിരക്കും. 10% മുതൽ 20% വരെ വീര്യമുള്ളവയ്ക്ക് 175% വിൽപ്പന നികുതി നിരക്കും നിശ്ചയിക്കുന്നു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചു കൊടുക്കാൻ വേണ്ടി എങ്ങനെയുണ്ട്? അപ്പൊ കള്ളത്തരം ആരുടേതെന്ന് മനസ്സിലായല്ലോ. ഇനി ഇത് കൃത്യമായിട്ടും ഈ കള്ളത്തരം വെളിവാക്കി തരുന്നുണ്ട്. കേട്ടോ. കേരളത്തിലേക്ക് വരുന്ന സ്പിരിറ്റ് നല്ലൊരു പങ്കും വരുന്നത് കർണാടകയിൽ നിന്നാണ്. ഒരു തുള്ളി സ്പിരിറ്റ് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ സാഹചര്യത്തിലാണ് ഡിസ്റ്റിലറി, സ്പിരിറ്റ് ഉണ്ടാക്കുന്ന ഡിസ്റ്റിലറി ഇവിടെ ആരംഭിക്കാൻ LDF സർക്കാർ തീരുമാനിച്ചത്. ആയിരക്കണക്കിന് കോടി കേരളത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴുകാണ്. അതിന്റെ ബെനിഫിഷ്യറീസ് പ്രധാനമായിട്ടും കർണാടകയിലെ ഡിസ്റ്റിലറികൾ, രണ്ടാമത്തേത് മഹാരാഷ്ട്രയിലെ ഡിസ്റ്റിലറികൾ. ഇവിടുന്ന് രണ്ടുമാണ് 90% സ്പിരിറ്റും കേരളത്തിലേക്ക് വരുന്നത്. ഈ കർണാടകയിലെയും മഹാരാഷ്ട്രയിലെയും സ്പിരിറ്റ് കമ്പനികളുടെ ഉടമകൾ മിക്കവാറും കോൺഗ്രസ് നേതാക്കളാണ്. ആ സ്പിരിറ്റ് ലോബിയുമായി കേരളത്തിലെ കോൺഗ്രസിന് അടുത്ത ബന്ധമുണ്ട്. മനസ്സിലായ? കേരളത്തിലേക്ക് ഒഴുക്കിയത് ഇപ്പൊ എവിടുന്നാണ് ഈ പണം വന്നതെന്നും ആർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അങ്ങനത്തെ ഒരു പദ്ധതി തുടങ്ങിയതെന്നും വയനാടിനെ പറ്റിയിട്ടൊക്കെ ഒരു 5 പൈസയ്ക്ക് മിണ്ടാത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. സുഹൃത്തുക്കളെ, വിൽക്കുകയാണ്, പച്ചയ്ക്ക് നമ്മുടെ കേരളത്തെ പറ്റിക്കുകയാണ് ഈ പറയുന്ന ഈ UDF. എന്നിട്ടാണ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വലിയ പൂക്കിച്ചിരിയുമായിട്ട് ഇദ്ദേഹം നടക്കുന്നത്. ഇനിയും നിങ്ങൾ മനസ്സിലാക്കണം, കേൾക്കണം. കേരളത്തിൽ നിന്ന് സാറ്റലൈറ്റുകൾ നിർമ്മിച്ച് വിക്ഷേപിക്കും. അതിനുവേണ്ടി എത്ര നീക്കി വെച്ചിട്ടുള്ളത് 5 കോടി. വിഷുവിന്റെ ഈ ആകാശത്തേക്ക് പോകുന്നതുണ്ടല്ലോ, അത് വിടുന്നതാണോ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 5 കോടി രൂപ കൊണ്ട് കേരളത്തിൽ സാറ്റലൈറ്റ് നിർമ്മിച്ച് വിക്ഷേപിക്കും എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ തള്ളു വേറെന്താ ഉള്ളത്? എങ്ങനെയുണ്ട്? തള്ളിപ്പോ ആകാശത്തേക്കും കൂടി തള്ളുക. വെറുതെ വന്നിരുന്നിട്ട് ആ ഒരു ഈ സ്പീഡി ആയിട്ടുള്ള ഭാഷയിൽ ഇരുന്നിട്ട് തള്ളി വിടുക എന്നല്ലാതെ വേറെ ഒന്നും നടക്കുന്നില്ല. ഇനി മദ്യത്തെക്കുറിച്ചൊക്കെ നമ്മുടെ വൈദ്യുതി മന്ത്രിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവന്മാർക്കൊക്കെയുള്ള ഉത്തരവാദിത്തപ്പെട്ട ചില ഉത്തരങ്ങളുണ്ട്. സഹിക്കില്ല മക്കളെ. വീര്യം കുറഞ്ഞ മദ്യവുമായി ബന്ധപ്പെട്ടൊരു
ഭേദഗതി ഘടന വന്നു പുതിയ, അത് ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല. കോൺഗ്രസ് അറിഞ്ഞുകൊണ്ടാണ് ഈ ഘടനയൊക്കെ വന്നത്. എന്താ കിട്ടിയേ? ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ലാന്ന്. ഈ ഒരു ആശയം പ്രകാരമാണെങ്കിൽ സാറേ കേരളത്തിൽ മുഴുവൻ മയക്കുമരുന്ന് കൂടുകയാണല്ലോ, ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല. സാറേ കേരളത്തിൽ മുഴുവൻ ബലാത്സംഗങ്ങളും മറ്റും കൂടുകയാണല്ലോ, ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല. കേരളത്തിൽ മുഴുവൻ പനി കൂടുകയാണല്ലോ, എനിക്ക് പനി വന്നിട്ടില്ല. കേരളത്തിൽ കുറേ ആളുകൾക്ക് ക്യാൻസർ ഉണ്ടല്ലോ, എനിക്ക് ക്യാൻസർ ഇല്ല. കേരളത്തിൽ ഷിഗല്ല വന്നിട്ടുണ്ടല്ലോ, എനിക്ക് ഷിഗല്ല ഇല്ല. കേരളത്തിൽ നിപ്പ ഉണ്ടല്ലോ, ഓ എനിക്ക് നിപ്പ ഇല്ല. കേരളത്തിൽ വിദ്യാഭ്യാസം താറുമാറാണല്ലോ, ഓ എൻ്റെ പഠനം കഴിഞ്ഞതാണ്. കേരളത്തിൽ ഹയർ സ്റ്റഡീസൊക്കെ ഉണ്ടല്ലോ, ഓ ഞാൻ പഠിക്കാൻ പോകുന്നില്ല. ഇങ്ങനെയൊക്കെയാണോ ഒരു മന്ത്രി ഉത്തരം പറയേണ്ടത്? ഇതാണോ നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്? ഇതിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ ഒരു ചിരിക്കുന്ന മുഖ്യമന്ത്രിനെ വേണമെന്ന് പറഞ്ഞിട്ട് വോട്ട് ചെയ്ത് വിട്ടത്? 30 ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ കേരളം എന്തോരം താറുമാറായി. പനി ബാധിച്ച് എത്ര പേരാ മരിച്ച്? നിങ്ങളതൊന്നും അറിഞ്ഞില്ലേ? വേണമെങ്കിൽ കണക്ക് ഞാൻ തരാം. കണക്ക് എൻ്റെ കയ്യിലുണ്ടെന്നേ, നിങ്ങൾ അല്പം പലതും കേൾക്കൂല. അതുകൊണ്ടാണ് ഞാൻ കണക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ കൊണ്ടുവന്ന് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നേ. അത് വൃത്തിയായിട്ട് പറഞ്ഞു തരാം. ഒന്നാമത്തെ കണക്കെന്ന് പറയുന്നത് എലിപ്പനി ബാധിച്ചിട്ടുള്ള ഒരു മരണമാണ്. 23ഓളം പേരാണ് എലിപ്പനി ബാധിച്ച് മരിച്ചിട്ടുള്ളത്. ഇനി അതുമല്ല, ഡെങ്കിപ്പനി ബാധിച്ചിട്ട് 17 പേരാണ് മരിച്ചിട്ടുള്ളത്. 17 പേര്. ഷിഗല്ല ബാധിച്ചിട്ടുള്ളത് 6 മരണങ്ങൾ. ഈ ഷിഗല്ല ബാധിച്ച് മരിച്ചവരെല്ലാം കുട്ടികളാണ് എന്ന് പറയുന്നൊരു അവസ്ഥ കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നോക്കൂ, എലിപ്പനി ബാധിച്ചിട്ടാണ് 23 മരണം. നമ്മുടെ 10 വർഷത്തെ LDF ഭരണത്തിൻ്റെ ഇടയിൽ ഇത്രയും ഒരു ഭീകരമായ കണക്ക് നമ്മൾ കേട്ടിട്ടേയില്ല. ഡെങ്കിപ്പനി ബാധിച്ച് 17 മരണമാണ്. ഈ LDF ഭരണ കാലഘട്ടത്തിൽ ഇത്രയും ഭീകരമായ കണക്ക് നമ്മൾ കേട്ടിട്ടില്ല. ഷിഗല്ല ബാധിച്ചിട്ടാണ് 6 മരണം. ഒരാൾ പോലും LDF ഭരണത്തിൽ ഷിഗല്ല ബാധിച്ച് മരിച്ചിട്ടില്ല. എന്തൊരു എളുപ്പത്തിലാണ്, എന്തൊരു വേഗത്തിലാണ് കഴിഞ്ഞൊരു 30 ദിവസത്തിനുള്ളിൽ നമ്മുടെ ഈ ഭരണം നമ്മുടെ ജനങ്ങളെ കൊല്ലാക്കൊല ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കി. ഇത്രയൊക്കെ ഞാൻ പറയുന്നുള്ളൂ. ബൈ.